ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സുഗമ ഹിന്ദി പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുഗമ ഹിന്ദിയുമായി ബന്ധപ്പെട്ട 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് എല്ലാത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. അപ്പോൾ എല്ലാവർക്കും അറിയാം, വളരെ എളുപ്പമുള്ളൊരു പരീക്ഷയാണ്. പിന്നെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നന്നായി പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. സുഗമ ഹിന്ദി പരീക്ഷ കഴിഞ്ഞ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണൊക്കെ മനസ്സിലാകാൻ വളരെ എളുപ്പമായിരിക്കും. 1.5 മണിക്കൂറാണ് സമയം. അതേപോലെ തന്നെ കോൾ ഓഫ് ടൈം ഉണ്ട്. അപ്പം 20 മിനിറ്റ് കോൾ ഓഫ് ടൈമിൽ നിങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് വെക്കുക. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണമെന്നില്ല. നമുക്ക് ഒരു ചോദ്യം നമുക്ക് ഓപ്ഷനായിട്ടുണ്ടാവും. അപ്പോൾ അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതിയാൽ മതി. ഒന്ന് നമുക്ക് ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഷഹൻഷാ അക്ബർ കോ കോൺ സിക്കായേഗ എന്ന ചാപ്റ്ററിലുള്ളതാണ്. ഇപ്പോൾ ചോദ്യം നോക്കാം. ഷഹൻഷാ അക്ബർ കോ കോൺ സിക്കായേഗ ലോകകഥ കാ അംശ പഠിക്കർ 1 से 3 തക്ക് പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പോൾ എല്ലാ ചോദ്യത്തിനും ഇങ്ങനെ ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. ആ പാസേജിലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. ആ പാസേജിൽ തന്നെ ഉത്തരവും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പാസേജ് വായിക്കാൻ ശ്രമിക്കുക. ഒരു പ്രാവശ്യം മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചു നോക്കുക. ओके। शहनशाह बूटी महिला के शब्दों की सादगी से प्रभावित हुए. അപ്പോൾ എന്താണ് കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്ന് അക്ബർ ചക്രവർത്തിക്ക് ആഗ്രഹമായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് എളുപ്പമല്ല. നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും എളുപ്പം എന്നൊക്കെ വൃദ്ധശ്രീ ഉപദേശിച്ചു. ആ ഒരു ലാസ്റ്റ് ഒരു പാരഗ്രാഫാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് വൃദ്ധയായ സ്ത്രീയുടെ വാക്കുകളിലെ നിഷ്കളങ്കതയെ ചക്രവർത്തിക്ക് വളരെ സന്തോഷമുണ്ടായി. ഷഹൻഷാ ബൂട്ടി മഹിളാക്ക് ശബ്ദോങ്കി സാദകി എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്കളങ്കത, ഇന്നസെൻസ്. പ്രഭാവിത് ഹുയെ. അപ്പോൾ ആ സ്ത്രീയുടെ നിഷ്കളങ്കത കൊണ്ട് ചക്രവർത്തിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അല്ലേ? സന്തുഷ്ടനായി. ഉൻകെ ആഖെ അദബ് സെ ചുക്കെ और फिर मुड़कर बीरबल से कहा तुम सच में भाग्यशाली हो जाए, तुम्हें इतनी समझदार ഗുരു മിലി. അപ്പോൾ എന്താണ് പറഞ്ഞത്? ബീർബലിനോട് അദ്ദേഹം അവരുടെ മുന്നിൽ വിനയത്തോടുകൂടെ കുനിഞ്ഞ് പിന്നെ തിരിഞ്ഞ് ബീർബലിനോട് പറയാണ്, ഇത്രയും ബുദ്ധിമതിയായ ഒരു ഗുരുവിനെ കിട്ടിയത് കൊണ്ട് നീ ഒരു ഭാഗ്യശാലിയാണ്. തും സച്ച് മേ ഭാഗ്യശാലി ഹോ, നീ ഭാഗ്യശാലിയാണ്. ജോ തുമേ ഇതിനി സമജ്ദാർ ഗുരു മിലേ, ഇത്രയും നല്ല ഗുരുവിനെ, ബുദ്ധിമതിയായ ഒരു ഗുരുവിനെ കിട്ടിയത് കൊണ്ട് നീ ഭാഗ്യവാനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, സാദകി കാ സമാനാർത്ഥ ശബ്ദ ക്യാ ഹെ. അപ്പോൾ സാദകി എന്ന് പറഞ്ഞാൽ ഇന്നസെൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, സാദകി എന്ന് പറഞ്ഞാൽ ഇന്നസെൻസ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഏതാണ്? സരളത ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. സരളത എന്ന് പറഞ്ഞാൽ ഇന്നസെൻസ്. ഇനി അടുത്തത്, തും സച്ച് മേ ഭാഗ്യശാലി ഹോയ കിസ്നെ ലഹ, നീ ശരിക്കും ഭാഗ്യവാനാണ്. ഇത് ആരാണ് പറഞ്ഞത്? അതാരാണ് പറഞ്ഞത്? ഷഹൻഷാ അക്ബറിനെ കഹ. അപ്പോൾ നമുക്ക് ഷഹൻഷാ അക്ബറിന് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഷഹൻഷാനെ കഹ എന്ന് എഴുതാൻ മതി. ഓക്കെ, ഷഹൻഷാനെ കഹ. ഇനി ഈസ് പ്രസംഗ ആദാപ ഷഹൻഷാ അക്ബർ കി ഉസ് ദിൻ കി ഡയറി ലിഖേ. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു ഡയറി എഴുതാൻ, അല്ലെങ്കിൽ ഈസ് പ്രസംഗ ഷാജഹാൻ അക്ബർ ഓർ ബീർബൽ കി ബീച്ച് വാർത്താലാപ് തയ്യാർ കരേ. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാൻ, അല്ലെങ്കിൽ ഡയറി എഴുതാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമുള്ളത് അത് ഏതെങ്കിലും ഒന്ന് എഴുതുക. നമുക്ക് ഡയറി എഴുതി നോക്കാം. ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡേറ്റും ആ ദിവസത്തിൻ്റെ പേരും എഴുതുക. ഓക്കെ. ആജ് കെ ദിൻ ബോൾ ന സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മേരി മുലാഖാത്ത് ഏക് മഹാൻ വ്യക്തി സെ ഹുയി, എൻ്റെ മേരി മുലാഖാത്ത് ഏത് മഹാൻ വ്യക്തി സെ ഹുവ, ഇന്ന് ഞാനൊരു മഹാനായ വ്യക്തിയെ കണ്ടുമുട്ടാൻ ഇടയായി. യഹ് മഹിള സച്മുച്ച് സച്ചി ഗുരു തി, സച്മുച്ച് ഗുരു തി, ഒരു നല്ലൊരു ഗുരുവാണ്. ഉസ്കെ ശിഷ്യ ഹോനെ കി കാരൻ ഹി ബീർബൽ ഇത്തിന ചതുർ എവം അച്ഛേ ഇൻസാൻ ഹോഗ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായതുകൊണ്ടാണ് ബീർബൽ ഇത്ര സമർത്ഥനും അതേപോലെ തന്നെ നല്ലൊരു മനുഷ്യനുമായത്. ഇസ്കെ ശിഷ്യ ഹോനെ കെ കാരൻ ഹി ബീർബൽ ഇത്തിന ചതുർ എന്ന് പറഞ്ഞാൽ ബുദ്ധി, എവം ഓർ
अच्छे ഇൻസാൻ ഭയ നല്ല മനുഷ്യൻ. ഓക്കെ, ആജ് മേനെ കിത്തിന മഹാൻ കാര്യസിക്ക, ഞാൻ ഇന്ന് എത്ര മഹത്തായ കാര്യമാണ് പഠിച്ചത്. ഗുരുജീനെ മുസ്സെ കഹാക്കി, ഗുരുജി എന്നോട് പറഞ്ഞു, സബി ഞാൻ പാന സംഭവം നഹി, എല്ലാ അറിവും നേടുക എന്നത് നടക്കുന്ന കാര്യമല്ല. ഇസ്ലിയെ ഹം അച്ഛാ ഇൻസാൻ ഭയം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല മനുഷ്യനാകുന്നത് നമ്മൾ പഠിക്കണം. ആജ് മേ ഏക് അച്ഛാ ഇൻസാൻ ബൻ ജാനെ കാ പ്രയാസ് കരോഗി, ഇന്നു മുതൽ ഞാനൊരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കും. ഒക്കെ ഒന്നുകൂടി വായിക്കാം. ആജ് കാ ദിൻ ബോൾ ന സക്ത, മേരി മുലാഖാത്ത് ഏക് മഹാൻ വ്യക്തി സെ ഹുയി. यह महिला सचमुच सच्ची गुरु थी. उसके शिष्य होने के कारण ही बीरबल इतना चतुर एवं अच्छे इंसान होगा. आज मैंने कितना महान कार्य सीखा. गुरुजी मुझसे कहा कि सभी ज्ञान पाना संभव नहीं, इसलिए हम अच्छा इंसान बने. आज से मैं एक अच्छा इंसान बन जाने का प्रयास करूँगा. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ആദ്യത്തെ ആക്ടിവിറ്റി നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ജ്ഞാൻമാർഗ് എന്ന് പറഞ്ഞാൽ ഭാഗത്തിലുള്ളതാണ്. ഏകാംഗിക നിമ്നലിഖിത അംശപടെ ഓർ 4 से 6 तक प्रश्नों को उत्तर लिखे. അപ്പോൾ ജ്ഞാൻമാർഗ് എന്നുള്ള പാഠഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ രാജകുമാർ പറയുന്നത്, ഗുരുജി മുझसे बड़ी गलती हो गई, ईश्वर हम सबको खा जाएंगे. ഗുരുജി എനിക്ക് ഭയങ്കര ഒരു തെറ്റ് പറ്റി. മുझसे गलती हो गई, എന്നോട് തെറ്റ് പറ്റിപ്പോയി. ഈശ്വർ ഹം സബ്കോ ഖാ ജായേഗെ, സിംഹം ഞങ്ങളെയെല്ലാം തിന്നു കളയും ഗുരുജി. അപ്പോൾ മേ അപ്പിൻ്റെ ജ്ഞാൻസെ ഈശ്വർക്കോ ബക്കരി ബനാ ദൂങ്ക, ഇപ്പോൾ ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ ഇതിനെ ഒരു ബക്കരി എന്ന് പറഞ്ഞാൽ ആടാക്കി മാറ്റാം. അപ്പം രാജകുമാരും ഗുരുജിയും തമ്മിലുള്ളൊരു സംഭാഷണമാണിത്. അപ്പോൾ ചോദ്യം നോക്കാം. മുझसे മേ നിഹിത് സർവനാമ് കോൺസാ ഹെ. മുझसे എന്ന് പറയുമ്പോൾ അതിലുള്ള സർവനാമം ഏതാണ്? അപ്പോൾ നമ്മൾ ഒരുപാട് സർവനാമം പഠിച്ചിട്ടുണ്ട്. മുझसे എന്ന് പറയുമ്പം ഇത് എന്ത് കൂടിച്ചേർന്നതാണ്? മുझसे എന്ന് പറയുന്നത് മേ പ്ലസ് സെ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള സർവനാമം ഏതാണ്? മേ ആണ്. ഓക്കെ, എന്താണ്? മേ ആണ്. അപ്പോൾ മുझसे എന്ന് പറയുമ്പോൾ മേ. തുംസെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിച്ചു. മുझसे നിഹിത് സർവനാം കോൺസാ ഹെ, അപ്പോൾ അത് മേ ആണ്. ഗുരുജീനെ ഷേർ കോ ക്യാ ബനാ ദിയ, ഗുരുജി ഷേറിനെ എന്തായിട്ടാണ് മാറ്റിയത്? അപ്പോൾ അതിവിടെ ഉണ്ട്, ഷേർ കോ ബക്കരി ബനാ ദൂക. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആ ക്യാ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ബക്കരി എന്ന് അങ്ങോട്ട് എഴുതി കൊടുത്താം. ഗുരുജീനെ ഷേർ കോ ബക്കരി, ക്യാ എന്ന സ്ഥലത്ത് നമുക്ക് ബക്കരി എന്ന് എഴുതാം. ബക്കരി ബനാദിയ എന്തെഴുതാം? ഗുരുജീനെ ഷേർ കോ ബക്കരി ബനാദിയ. ഓക്കെ, ബക്കരി ഇവിടെ ഉണ്ട്, ബക്കരി ബനാദിയ. ഇനി അടുത്തത് വാക്യ പിരമിഡ്ക്ക് പൂർത്തീകരണം. ഇനി വാക്യ പിരമിഡാണ്. ഇവിടെ തന്നിട്ട് ബ്രാക്കറ്റിൽ ഷേർന്നും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഹംന്നും തന്നിട്ടുണ്ട്. 2 വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഷേറും തന്നിട്ടുണ്ട്, ഹം ഇതുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഖാ ജായേങ്കെ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഖാ ജായേങ്കെ. പിന്നെ അടുത്തത് സബ്കോ ഖാ ജായേങ്കെ. പിന്നെ നമുക്ക് എന്തെഴുതാം? അടുത്ത സെൻസ് എന്തേത്? ഇതിവിടെ ഉണ്ട്, സബ്കോ ഖാ ജായേങ്കെ എന്ന് ഇവിടെ ഉണ്ട്. ഖാ ജായേങ്കെ വന്നു, സബ്കോ ഖാ ജായേങ്കെ എന്ന് വന്നു. ഇനി എന്തായിരിക്കും? ഇനി മൂന്നാമത്തെ ലൈനായിട്ട് നമുക്ക് എഴുതാം ഹം സബ്കോ ഖാ ജായേഗെ. മൂന്നാമത്തെ ലൈനായിട്ട് നമുക്ക് എന്തെഴുതാം? ഹം സബ്കോ ഖാ ജായേഗെ. ഇനി നാലാമത്തെ ലൈനായിട്ട് എന്തെഴുതാം? ഷേർ ഹം സബ്കോ ഖാ ജായേഗെ. അപ്പം ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്, ആ പിരമിഡിൽ തന്നെ ഉണ്ട് അല്ലേ? ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഖാ ജായേഗെ എന്നാന്ന് പറഞ്ഞാൽ അതിവിടെ തന്നു. പിന്നെ രണ്ടാമത്തേതായിട്ട് സബ്കോ ഖാ ജായേഗെ എന്നാണ് പറഞ്ഞാൽ അതും ഇവിടെ ഉണ്ട്. മൂന്നാമത്തേതായിട്ട് നമുക്ക് ബ്രാക്കറ്റ് തന്നത് ഷേറും ഹമ്മും ആണ്. അപ്പോൾ മൂന്നാമത്തെ ലൈനിൽ നമ്മൾ എഴുതുക ഹം സബ്കോ ഖാ ജായേഗെ, അത് നമ്മളിവിടെ എഴുതുക. നാലാമതായിട്ട് നമ്മൾ ഈ സെൻറ്റൻസ് മുഴുവൻ എഴുതുക ഷേർ ഹം സബ്കോ ഖാ ജായേഗെ. വളരെ സിമ്പിളാണ്. ओके, इനി അടുത്ത ചോദ്യം നോക്കാം. ജ്ഞാൻ കാ महत्व विषय पर लघु लेख तैयार करें और ज्ञान मार्ग एकांकी मंचीकरण होने वाले इसके लिए उचित പോസ്റ്റർ തയ്യാർ കരെ. അപ്പോൾ 2 എണ്ണം ഉണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒന്നുകിൽ ജ്ഞാൻ കാ മഹത്വ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളൊരു ലഘുലേഖന ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതുക. നമുക്കിവിടെ ലഘുലേഖ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഓക്കെ,
ഇപ്പോൾ നമ്മൾ ആദ്യം ലഘുലേഖ തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹെഡിങ് എഴുതണം, അത് മറന്നു പോകരുത്. അപ്പോൾ ജ്ഞാൻ കാ മഹത്ത് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്, അത് ഇവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജ്ഞാൻ കാ മഹത്ത് എന്ന് ഇവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് എഴുതാം തീനോ രാജ്കുമാർ പടായി പൂരി കർ ചുക്കെ थे, तीनों राजकुमार पढ़ाई पूरी कर चुके थे, तीनों का विचार है कि वे दूसरों से बड़े ज्ञानी है. 3 രാജാക്കന്മാരും പഠിത്തമൊക്കെ പൂർത്തിയാക്കി. അവരുടെ 3 പേരുടെയും വിചാരം എന്തായിരുന്നു, അവരുടെ ചിന്ത വേ ദുസ്രോൻസെ ബഡേ ജാനി ഹെ, അവർ മറ്റൊരെക്കാട്ടും വളരെ വലിയ ജ്ഞാനിയാണ് എന്നാണ് അവരുടെ വിചാരം. ഇസ്ലിയെ തീന അപ്നെ അപ്നെ ജ്ഞാൻ പർ ഗർവ് കർത്തേത്തെ. അപ്പം 3 പേരും അവനവൻ്റെ അറിവിൽ എന്തായിരുന്നു, അഹങ്കരിച്ചിരുന്നു. ഗർവ് കർത്തേഹ എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചിരുന്നു. തീനോക്കെ ബീച്ച് യഹി സമസ്യാക്കിയെത്തി കോൻ ബഡേ ജ്ഞാനി ഹെ. ഇവർ തമ്മിലിടയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരാണ് ഏറ്റവും വലിയ ജ്ഞാനി എന്നായിരുന്നു. ഹർ രാജകുമാർ ഏക് ദുസ്രേക്കോ മൂർഖ് ഓർ അപ്നെ ആപ്കോ ബഡാ ജ്ഞാനി മാനത്തെ ഹെ. എല്ലാവരും എന്താ ചെയ്തത്, അവനെ മറ്റുള്ളവരെ മൂർക്കൊരു വിഡ്ഢികളായി കണക്കാക്കി ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു അഹംഭാവം ഉണ്ടായിരുന്നു. ഗർവയ്ക്ക് കാരണം തീനോ അപ്നി ജ്ഞാനക്ക ദുരുപയോഗ കർത്തേ ഹെ. അപ്പോൾ ഈ അഹങ്കാരം കാരണം അവരെന്ത് ചെയ്തു, അവരുടെ ജ്ഞാനത്തിനെ അവരുടെ അറിവിനെ അവർ ദുരുപയോഗം ചെയ്യുകയാണ്. ഇസ്കെ കാരണം അന്തമേ സങ്കടമേ പഠിച്ചാതെ ഹെ. അത് കാരണം അവരെന്തായി, വിഷമത്തിലാവുകയാണ്. അന്തമേ ഗൽത്തി പഹച്ചാൻക തീനോ ഗുരുജീസെ മാഫി മാഗ്തേ ഹെ. ലാസ്റ്റ് എന്താ സംഭവിച്ചത്, എല്ലാവരും ആ ഗുരുജിനോട് മാപ്പ് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പോസ്റ്റ് തയ്യാറാക്കുക, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഇനി അടുത്ത നോക്കുക, സുഖദുഃഖ കവിത കാ യഹ അംശ പടേ ഓർ ആർട്ട് ഓർ നൗക്കെ പ്രശ്നമൊക്കെ ഉത്തരക്കുക. അപ്പം ഇനി അടുത്തത് സുഖദുഃഖ എന്ന കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം അവിരത് ദുഃഖ ഹേ ഉൽപീഡൻ അവിരത് സുഖദിക്ക് നിഷിദേവാമേ സോത്ത ജാക്ത ജൽ ജീവൻ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, സുഖദുഃഖങ്ങളുടെ കൂടിച്ചേരലാണ് ജീവിതം. സുഖദുഃഖങ്ങളുടെ കൂടിച്ചേരലാണ് ജീവിതം. എന്താണ് പറയുന്നത്, സുഖദുഃഖങ്ങളുടെ കൂടിച്ചേരലാണ് ജീവിതം. ഉൾപ്പീഡനം എന്ന് പറഞ്ഞാൽ എന്താ, വിഷമിക്കുക. അവിരത് എന്ന് പറഞ്ഞാൽ എന്താ, നിരന്തരം. അപ്പോൾ അവിരത് ദുഃഖ ഹേ ഉൾപ്പീഡനം എന്ന് പറഞ്ഞാൽ എന്താ, നിരന്തരമായ ദുഃഖം നമുക്ക് വിഷമമാണ് അല്ലേ. ഉൾപ്പീഡൻ എന്ന് പറഞ്ഞാൽ സങ്കടം, വിഷമം. അവിരത് സുഖബി ഉൾപ്പീഡൻ, നിരന്തരമായ സുഖവും നമുക്കൊരു വിഷമം തന്നെയാണ് അല്ലേ. നിരന്തരമായ സുഖവും വേദനയാണ്, നിരന്തരമായ ദുഃഖവും വേദനയാണ്. സുഖദുഃഖിക്ക് നിശ ദിവാമേ, സുഖദുഃഖങ്ങളുടെ ദിനരാത്രങ്ങളിൽ. നിശ എന്ന് പറഞ്ഞാൽ എന്താ, രാത്രി. ദിവ എന്ന് പറഞ്ഞാൽ എന്താണ്, പകല്. സുഖദുഃഖി നിശ ദിവാമേ, സുഖദുഃഖങ്ങളുടെ ദിനരാത്രങ്ങളിൽ. സോത്ത ജാഗ്ത ജഗ്ജീവൻ, അപ്പം ലോക ജീവിതം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഒരു ലൈനിൻ്റെ അർത്ഥം. നമുക്ക് ചോദ്യം നോക്കാം. സുഖദുഃഖ കവിതക്കെ കവി കോൻ ഹെ. ഇതിൻ്റെ കവി ആരാണ്? സുമിത്രാനന്ദൻ പന്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം സുമിത്രാനന്ദൻ പന്ത്. ഇതാണ് ഈ കവിത എഴുതിയ ആൾ. ഇനി അടുത്ത കവിക്ക് പരിചയം കവിതാംശക്ക് ആശയം. ഇനി കവിതയുടെ ആശയം എഴുതാനാണ്. അല്ലെങ്കിൽ സഹി മിലാൻ, അല്ലെങ്കിൽ ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യുക. അപ്പോൾ ഇത് എളുപ്പമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞാൽ, അവിരത് എന്ന് പറഞ്ഞാൽ എന്താണ്, നിരന്തരം, കണ്ടിന്യൂസ്. അവിരത് എന്ന് പറഞ്ഞാൽ നിരന്തരം, കണ്ടിന്യൂസ്. ദിവ എന്ന് പറഞ്ഞാൽ എന്താണ്, ദിവസം, ഡേ. ജഗ് എന്ന് പറഞ്ഞാൽ എന്താ, ലോകം, ദുനിയ. ജഗ് എന്ന് പറഞ്ഞാൽ ദുനിയ. ജീവൻ എന്ന് പറഞ്ഞാൽ ജിന്ദഗി. ഇപ്പോൾ എന്തൊക്കെയാണ്, അവിരത് എന്ന് പറഞ്ഞാൽ നിരന്തർ, കണ്ടിന്യൂസ്. ദിവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ. ജഗ് എന്ന് പറഞ്ഞാൽ ദുനിയ. ജീവൻ എന്ന് പറഞ്ഞാൽ ജിന്ദഗി. ഓക്കെ, ഇനി നമുക്ക് കവിതാംശക ആശയിലേക്ക്, നമുക്ക് കവിതയുടെ ആശയവും ഒന്ന് നോക്കാം. ഓക്കെ, यह पंक्तियाँ श्री സുമിത്രാനന്ദൻ പന്ത് ദ്വാര ലിഖിത് സുഖ ദുഃഖ കവിത സെ ലി ഗയി ഹെ. അപ്പോൾ ഈ ഒരു കവിത ഏതിൽ നിന്നാണ് എടുത്തതെന്ന് നമ്മൾ ആദ്യം എഴുതണം. इसमें कविता कहते हैं कि जीवन की सफलता के लिए सुख दुख की ആവശ്യകത ഹെ. ജീവിതത്തിൻ്റെ സാഫല്യത്തിന് സുഖവും ദുഃഖവും ആവശ്യമാണ്. സുഖ और दुख के मधुर मिलने से जीवन पूर्ण होता है. സുഖ ദുഃഖങ്ങളുടെ സമ്മിശ്ര കൂടച്ചേരലാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. ആകാശമേ കഭി കഭി ചാന്ദ് ബാദലോം സെ छिप जाते हैं. ആകാശത്തിൽ ചിലപ്പോൾ ചന്ദ്രൻ മേഘത്തിനുള്ളിൽ ഒളിക്കുകയാണ്. छिप जाते हैं എന്ന് പറഞ്ഞാൽ ഒളിക്കുക. कभी कभी बादल चांद से अदृश्य हो जाते हैं. यहाँ कभी बादल और चांद जरिए मानव जीवन
जीवन की परिपूर्णता के बारे में कहते हैं. ഇവിടെ ചന്ദ്രനെയും ബാദലിനെയൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മേഘങ്ങൾക്കിടയിൽ കുറച്ചു നേരം ചന്ദ്രന് അപ്രത്യക്ഷമാകുന്നു, പിന്നെ എന്താണ്, ആകാശത്ത് നല്ല നിലാവ് പരത്തും. അതേപോലെ തന്നെ കുറച്ച് നാളത്തെ ദുഃഖത്തിന് ശേഷം ജീവിതത്തിൽ സുഖങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. സുഖ ഓർ ദുഃഖ के समन्वय में मानव जीवन की पूर्णता होती है. അപ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? സുഖ ദുഃഖങ്ങളുടെ ആ ഒരു സമ്മിശ്രമാണ്. അടുത്ത ചോദ്യം പിതാക്കെ പ്രായശ്ചിത്ത് എന്നൊരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ये हमश पढ़े और 10 और 11 तक के प्रश्नों का उत्तर लिखें. अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत बंद नहीं होती. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? നമ്മൾ ലാസ്റ്റ് ഈ ഒരു പാഠത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫാണല്ലേ. മറ്റുള്ള രക്ഷിതാക്കളെ പോലെ അച്ഛൻ എനിക്ക് ശിക്ഷ നൽകിയിരുന്നെങ്കിൽ, അഗർ പിതാജിനെ മുझे അന്യ പാലകോങ്കി തര സസ ദേതീത്തോ, ശിക്ഷ നൽകിയ, സസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷ നൽകിയിരുന്നെങ്കിൽ ഞാൻ എന്തായിരുന്നു? ഞാൻ എന്തെങ്കിലും പഠിക്കുമായിരുന്നു. സബക് എന്ന് പറഞ്ഞാൽ ഗുണപാഠം. മേനെ കോയി സബക് സീക്കാ ഹോത്ത, ഞാൻ നന്നാവുമായിരുന്നു, എന്തെങ്കിലും ഗുണപാഠം പഠിക്കുമായിരുന്നു. ഷായത് നഹി, ഇപ്പം ഞാനൊന്നും പഠിച്ചില്ല. सजा रहने के बाद में भी शायद झूठ बोलने का अपनी आदत को बंद नहीं होती. അപ്പോൾ ഞാനൊരു പക്ഷേ കള്ളം പറയുന്ന എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തില്ല എന്ന്. ശിക്ഷ കിട്ടിയതിന് ശേഷവും ഞാനൊരു പക്ഷേ കള്ളം പറയുന്ന എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തില്ലായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം നമുക്ക് ചോദ്യം നോക്കാം. പാഠ് ഭാഗ് സെ ആധാർ ദോ സഹി പ്രസ്താവന ചുൻക ലിഖെ. ഇതിലുള്ള 2 ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാനാണ്. അഹിംസ की ശക്തി അവർണ്ണനീയ है. അഹിംസയുടെ ശക്തി അവർണ്ണനീയമാണ്. അരുൺ ഗാന്ധിനെ പിതാജിക്ക് മീറ്റിംഗ് ജഗ പർ നഹി ചോട. പിന്നെ എന്താണ്, മീറ്റിങ്ങിൻ്റെ സ്ഥലത്ത് വിട്ടില്ല. കബി ചൂട്ന പോൾന ചാഹിയെ, ചൂട്ന പോൾന, ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. അരുൺ ഗാന്ധിജി പിതാജിക്ക് ഫിലിം ദേഖ്നെക്ക് ബാത്ത് കഹി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം. ഇതിൽ 2 ശരിയായ പ്രസ്താവന ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത എന്താണ്? പുത്രിക്ക് കലത്തി पर पिता ने अपने आप को सजा दी तो अरुण गांधी ने यह निर्णय लिया मैं कभी झूठ न बोलूँगी. उसने मित्र को पत्र लिखा. അപ്പോൾ പിന്നെ പുത്രക്ക് കലത്തി पर पिता ने अपने आप को सजा दी. മകൻ്റെ തെറ്റ് പരിഹരിക്കാനായി അച്ഛൻ സ്വയം തന്നെ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ ആ ലെറ്റർ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് എഴുതാം? ലെറ്റർ എഴുതുമ്പോൾ പ്ലേസും ഡേറ്റും എഴുതണം. പിന്നെ പ്രിയ മിത്ര എന്ന് എഴുതണം. ഇടയ്ക്കൊരു ലൈനൊക്കെ വിടാം. സ്ഥാനം താരീഖും എഴുതി, അതായത് ഡേറ്റും പ്ലേസും എഴുതിയതിന് ശേഷം ഒരു സ്പേസ് വിടാം. ഇവിടെ സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ടാണ്. പിന്നെ പ്രിയ മിത്ര എന്ന് എഴുതിയിട്ട്